ഇതൊരു വാടക മുറിയിൽ നിന്ന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അതുപോലെ തന്നെയായിരുന്നു ഇമാം ഷാഫി അക്കാദമിയും. അൽഹംദുലില്ലാ ഇന്ന് ഈ നിലയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ ഇന്ന് സമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ സംഭാവനകളാണ്. അപ്പോ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്തുകൊണ്ടും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ എന്നും ഇതൊരു മാതൃകയാണ്. ഇന്ന് അൽഹംദുലില്ലാ എനിക്ക് അങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച് 10-13 വർഷത്തോളം പഠിച്ചു. അതിനുശേഷം ഈജിപ്റ്റ് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പോയി അവിടുന്ന് PG ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഇന്ന് ദുബായില് 3ഓളം ബിസിനസ്സുകൾ റൺ ചെയ്യാനും ദുബായ് ആസ്ഥാനമായി 10-20ലധികം സ്റ്റാഫുമായി ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങളൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടിയ ഊർജ്ജമാണ് ഇന്നത്തെ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഈ സ്ഥാപനത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനാണെങ്കിലും പുതിയ സ്ഥാപനങ്ങളൊക്കെ വരുന്നു എന്നൊക്കെ ഉസ്താദ് എന്നോട് പറഞ്ഞു. അപ്പോ അതെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത് നജാത്ത് 13ാം വാർഷിക സനത് സമ്മേളനം എന്നുള്ളൊരു പ്രോഗ്രാമിലെ സാബിത്ത് ഇൻസ്പയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂട്യൂബ് ചാനലിലൊക്കെ വന്ന് നിബിധനായി കഴിഞ്ഞാൽ പ്രത്യേക ആവേശത്തോടെ വന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്ന സാബിത്താണ് ഈ പറയുന്നത്. ഇത് ഇന്നലെ കണ്ടപ്പോൾ അല്ല സാബിത്ത് പറയുന്നത് നല്ല കാര്യങ്ങളാണല്ലോ അല്ലേ, ഏതൊരാൾക്കും മനസ്സിലാവുന്ന രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്നൊക്കെ എനിക്കും തോന്നി. എന്നാൽ അതിനിടയിൽ ഒരു സ്ഥാപനം തുടങ്ങുക, അതിനെ സഹായിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകത്തുക. അതിനിടയിൽ പറഞ്ഞ 1-2 കാര്യങ്ങളാണ് എനിക്ക് ദഹിക്കാതെ വന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഒരു സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ട് എത്രയോ വർഷത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്. അത്രയും വർഷങ്ങൾ പഠിച്ച് അതിനുശേഷം ഈജിപ്തിൽ പോയി അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ചെയ്യുകയും ചെയ്ത് പിന്നീട് UAE പോയിട്ട് 2-3 ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞു. ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ വേണ്ടി, ബിസിനസ് സംരംഭകരെ വാർത്തെടുക്കുവാൻ വേണ്ടിയാണോ ഉമ്മത്ത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്യേണ്ടത്? സാബിത്തെ ആ പറഞ്ഞത് മനസ്സിലായില്ല. താങ്കൾ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് അള്ളാൻ്റെ ദീനിന് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുന്നത് വിളിച്ചു പറയാൻ കഴിഞ്ഞോ? ഏതെങ്കിലും 4 മക്കൾക്ക് സമുദായത്തിൽ ഏതെങ്കിലും തുറയിൽ ഏതെങ്കിലും ഭാഗത്ത് ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീന്, കറകളഞ്ഞ ദീന് എത്തിക്കാൻ സാധിച്ചു എന്നത് എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ല അല്ലേ? അതിപ്പോൾ അത്ര വലുതായിട്ട് നമുക്ക് എടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചില ആളുകൾക്ക് തോന്നിയേക്കാം. മറ്റൊരു വീഡിയോ ആണ് ഇത് പുറത്തു പറയുവാൻ കാരണം എന്നുള്ളതാണ് പറയാനുള്ളത്. 2 ദിവസം മുമ്പ് ഒരാളൊരു വീഡിയോ അയച്ചു തന്നിരുന്നു. ഇതിൽ വല്ല യാഥാർത്ഥ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. കാണിക്കുന്നില്ല എന്ന് കരുതി അങ്ങനെ വെച്ചതാണ്. എന്നാൽ ഇതും കൂടി കേട്ടപ്പോൾ കാണിക്കാതിരിക്കാൻ കഴിയില്ല. ഇതും ഈ പറഞ്ഞ സാബിത്ത് തന്നെയാണ്. കേട്ടോ കാണി. അവിടെ ഒരു പശു പോലെ ഒരു ആകൃതി കാണുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ അത് നേരെ കാണിക്കുന്നില്ല. സ്വർണ്ണ പശുവിന്റെ കഥ പറയുന്നുണ്ട്. ആ ഒരു സ്ഥലമാണ്, അതിന്റെ അടയാളം മാത്രമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാനായിട്ട് തൂർ സീനാ പർവ്വതത്തിലേക്ക് പോയൊരു സമയം ഉണ്ടായിരുന്നു. നമ്മൾ തൊട്ട് മുമ്പിൽ കണ്ട ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കാം എന്ന് പറയപ്പെടുന്ന ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടല്ലോ. ഹാറൂൻ നബിയെ ഏൽപ്പിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം തൗറാത്ത് വാങ്ങാനായിട്ട് ആ പ്രദേശത്ത് കാണുന്ന തൂർ സീനാ പർവ്വതത്തിലേക്ക് പോവാണ്. മൂസ ബിൻ ലൊഫർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, സ്വർണ്ണപ്പണിക്കാരനായിരുന്നു, തട്ടാനായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെട്ടു വന്നു. അപ്പൊ അതുകൊണ്ട് കൊട്ടാരത്തിൽ ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവർക്ക് മൂസാ നബിയുടെ അനുയായികൾ കിട്ടി. അക്കൂട്ടത്തിൽ ഈ മൂസ ബിൻ ലൊഫർ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ആ സ്വർണ്ണങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു പശു പോലെ ഉണ്ടാക്കി. ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് ഈ മൂസ ബിൻ ലൊഫറിനെ വളർത്തുന്നുള്ളത്. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ വധിച്ചു കളയുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിന് സ്വപ്ന വ്യാഖ്യാതാവ് പറഞ്ഞു, നിങ്ങളുടെ ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരാൾ വന്നിട്ട് തകർക്കും. അങ്ങനെയൊക്കെ പറഞ്ഞത് ഫറോക്ക് പേടിയായതുകൊണ്ട് അന്ന് ജനിക്കുന്ന എല്ലാ കുട്ടികളെയും അദ്ദേഹം കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ ആളുകളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? പ്രസവിക്കാനുള്ള സ്ത്രീകൾ ഏതെങ്കിലും ഒരു കുന്നിലോ പോയിട്ടാണ് അവർ പ്രസവിക്കുക. കാരണം എവിടെയെങ്കിലും ജീവിച്ചോട്ടെ, ആരെങ്കിലും സഹായിച്ച് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ കുന്നിലാക്കുക. അങ്ങനെ ആക്കിയിട്ട് അദ്ദേഹത്തെ ആരാണ് സംരക്ഷിക്കുന്നത്? ജിബ്രീൽ അലൈഹി ഇസ്ലാം. ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് കുട്ടിനെ സംരക്ഷിക്കലായിരുന്നു പണി എന്നുള്ളത് ഏത് ഹദീസ്, ഏത് ആയത്തടിസ്ഥാനാക്കിയിട്ടാണ് സാബിത്ത് ചെയ്ത് പറയണേ അല്ലേ? ഈ സ്ഥാപനത്തിലുകൾ സഹായിക്കുകയും ഇതുപോലുള്ള സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ആളുകളാണ് ഇതുപോലെ വലിയ വലിയ ബിസിനസ് ഉണ്ടാക്കിക്കൊണ്ട്, ഈ ബിസിനസ് അല്ലേ ഇത് ഉംറ സർവീസ് പോലെ ഫലസ്തീനിലോ ഇസ്രായേലിലേക്കോ ആളുകളെ കൊണ്ടുപോയിട്ട് അവിടെ പറയുന്ന കാര്യങ്ങളായിരിക്കും. നീ കേട്ടോളിയും, ബാക്കിയുള്ളതും കൂടി കേൾക്കുക. അപ്പോഴുള്ളൂ അതിൻ്റെ ഒരു സുഖം കിട്ടുക. അങ്ങനെ ഒരുപാട് ആളുകളെ കുട്ടികളൊക്കെ രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ ഈ മൂസ എന്ന് പറയുന്ന ഈ കുട്ടിയെ രക്ഷപ്പെടുത്തി. അങ്ങനെ ആ കുട്ടി വളർന്നു വലുതായി. അദ്ദേഹത്തിന്റെ പിതാവിന് അവർക്ക് ഈ സ്വർണത്തിന്റെ പണിയായിരുന്നല്ലോ. അങ്ങനെ ഇദ്ദേഹം എന്തെയാണ്? സ്വർണം പൂശിയിട്ട് ഒരു പശു ഉണ്ടാക്കാണ്. ആ പശുവിനിക്ക് അദ്ദേഹം ജീവൻ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? ജിബ്രീൽ അലൈഹി ഇസ്ലാം കുളമ്പടിച്ച സ്ഥലം ഉണ്ടാവുമല്ലോ, നടന്നു വന്ന ആ സ്ഥലത്തിന് പ്രത്യേകത ഉണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായത്. കാരണം അവിടെ പ്രത്യേക തരത്തിലുള്ള ചെടികളൊക്കെ വളരുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തുള്ള മണ്ണെടുത്തിട്ട് ഇദ്ദേഹം ഉണ്ടാക്കിയ സ്വർണ്ണ പശുവിന്റെ വായിലേക്ക് തിരികെ കൊടുത്തു. അങ്ങനെ ആ പശു എന്തായി? ഒരു ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി.
ഒരു ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാൽ പോരെ, സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളത് അത് കയ്യിൽ നിന്ന് എടുത്തിട്ടിരിക്കുകയല്ലേ, പോക്കറ്റിൽ നിന്ന് എടുത്ത് കൂട്ടിയിരിക്കുകയല്ലേ പറയാം. ആളുകൾക്ക് ഇത് ദൈവമാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന് മനസ്സിലായി, ആളുകൾക്ക് വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം അതിനൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. നല്ലൊരു ബിസിനസ് ആണല്ലോ ഏതായാലും. കണ്ടോ, അത് നല്ലൊരു ബിസിനസ്സാണല്ലോ. എന്താണ് അത്, ഒരു ബിസിനസ്സാണല്ലോ. അതാണ് ഇവരുടെ പ്രശ്നം. ഇവരുടെ ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല, ആത്മീയ ബിസിനസ് പറയാം. ഇദ്ദേഹം മൂസയുടെ ഒപ്പം എന്ത് ചെയ്തു, ആ പശുവാണ് ഇത്, സ്വർണ്ണ പശുവാണ്, അള്ളാഹുവാണ് നിങ്ങളുടെ ദൈവമാണിത്, എല്ലാവരും ആരാധിക്കാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ആളുകളും എന്ത് ചെയ്തു, പ്രത്യേക ഒരു സൗണ്ട് ഒക്കെ വന്നപ്പോൾ എന്തായാലും എല്ലാവർക്കും തോന്നി ഇതിനെന്തൊരു ദിവ്യത്വം ഉണ്ട്, ഇല്ലെങ്കിൽ വെറുതെ സംസാരിക്കൂല. അങ്ങനെ ഒരു സൗണ്ട് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഓക്കെ, പരിശുദ്ധ ഖുർആൻ അറിയിച്ചതാണ്. അതെന്താണ് അതിന് കാരണം എന്നുള്ളതും വ്യക്തമായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പുണ്യപ്രവാചകർ. എന്നാൽ സൗണ്ട് വന്നപ്പോൾ പിന്നെ സംസാരിച്ചു എന്നാക്കി. സംസാരം എന്നുള്ളത് എവിടുന്ന് കിട്ടി? അതുപോലെ തന്നെ സാമിരി എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ച ആ സംഭവം, അതെവിടെയാണ് ഇയാൾ കൈമോശം വന്നു പോയത്? ഇതാണോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള അൽ-അസ്ഹർ പോലെയുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG എടുത്തിട്ട് ബിസിനസ് ചെയ്യാൻ നടന്നപ്പോൾ കിട്ടിയ അറിവ്? ബാക്കി പറയട്ടെ. എന്നിട്ട് എന്താണ് ഇയാൾ പറയുന്ന വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സംസാരിച്ചപ്പോൾ എല്ലാവരും അതിൽ വിശ്വസിച്ചു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാം പിന്നീട് വരുന്ന സമയത്ത്, തൗറാത്ത് ലഭിച്ച് വരുന്ന സമയത്ത് ഇവിടെ ആളുകളൊക്കെ ഈ ഒരു സ്വർണ്ണ പശു ആരാധിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ചരിത്രം നടന്ന ഒരു സ്ഥലമാണ് ഇത്. രണ്ട് മൂസയുടെ ചരിത്രം പറയുന്നത്, ജിബ്രീൽ വളർത്തിയ മൂസ അദ്ദേഹം കാഫിറായി, ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന ഫറോ വളർത്തിയ മൂസ എന്തായിരുന്നു, പ്രവാചകനായി. അപ്പോൾ അതാണ് ഇതിലുള്ളത്. ഇനി നമുക്ക് ഈ വിഷയത്തിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നോക്കാം. കുറേയാലോ നമ്മൾ ജെമിനിനെ ഉപയോഗിച്ചിട്ട്. ജെമിനി, ഹലോ. ഹലോ ദേർ, വാട്ട് കാൻ ഐ ഹെൽപ്പ് യു വിത്ത്? തീർച്ചയായിട്ടും എനിക്ക് കുറച്ച് ഹെൽപ്പുകൾ വേണം. മലയാളത്തിലാണ് ഞാൻ സംസാരിക്കുക, മലയാളത്തിൽ എനിക്ക് മറുപടി നൽകണം. അതായത് പരിശുദ്ധ ഖുർആനിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു പശുവിനെ സംബന്ധിച്ച് ഒരു ചരിത്രം പറയുന്നുണ്ട്. മൂസ നബി അലൈഹി ഇസ്ലാമയുടെ കാലത്തുള്ള പശുവിനെ സംബന്ധിച്ചാണ്. സ്വർണം കൊണ്ടുള്ള പശുവിനെ ഉണ്ടാക്കിയത് ആരാണ്? ആ സ്വർണം കൊണ്ടുള്ള പശു സംസാരിച്ചോ? അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം കൂടിയാണ് ചോദിക്കാനുള്ളത്. ഈ ഒരു കാര്യത്തിന് വ്യക്തമായ മറുപടി നൽകുമോ? ഖുറാനിൽ പറയുന്ന സ്വർണ്ണ പശുവിന്റെ ചരിത്രം മൂസാ നബിയുടെ കാലത്താണ്. ഈജിപ്തിൽ ബനു ഇസ്രായേൽക്കാർ അടിമകളായിരുന്നപ്പോൾ മൂസാ നബി അവരെ അവിടുന്ന് രക്ഷിച്ചു. എന്നാൽ മൂസാ നബി സീനാ പർവ്വതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ പോയ സമയത്ത് സാമ്രി എന്ന ഒരു വ്യക്തി സ്വർണം കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി. ജനങ്ങളെ വിഗ്രഹാരാധനയിലേക്ക് പ്രേരിപ്പിക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. ഈ സ്വർണ്ണ പശു യഥാർത്ഥത്തിൽ സംസാരിച്ചിരുന്നില്ല. ഖുറാൻ ഈ സംഭവത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. വേറെ എന്താണ് അറിയേണ്ടത്? ഏത് വചനത്തിലൂടെയാണ് ഖുർആൻ ഇത് പരാമർശിക്കുന്നത്? ഖുറാനിലെ ബക്കറ അധ്യായത്തിലാണ് ഈ സംഭവം പ്രധാനമായും പരാമർശിക്കുന്നത്. സൂറത്തുൽ ബക്കറയിലെ 90 മുതൽ 93 വരെയുള്ള വചനങ്ങളില് ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട്. മൂസാ നബിയുടെ ജനതയായ ബനു ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷമുള്ള ചില സംഭവങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ടോ? കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ ആ ആയത്തുകളൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് ആ പറയപ്പെട്ട ആയത്തുകൾ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ സാബിത്ത് പറഞ്ഞ ആ ഒരു പേര്, അതിനെക്കുറിച്ച് അവിടെ എവിടെയും പരാമർശമില്ല, അള്ളാൻ്റെ റസൂലും പറഞ്ഞില്ല. കുട്ടിയെ ഉണ്ടാക്കി എന്ന് പറയുന്ന സാമരിയെക്കുറിച്ച് സാബിത്തൊന്നും പറഞ്ഞതുമില്ല. ഓക്കെ, ഇനി ഇവിടെ രണ്ട് മൂസയുടെ വിഷയം പറയുന്നത് കേട്ടു. അതൊന്ന് നമുക്ക് നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. ജെമിനി നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള സംശയങ്ങൾ തന്നെയാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ മറ്റൊരു മൂസ ഉണ്ടായിരുന്നോ? അതായത് മൂസ നബി വിശ്വാസിയും അവിശ്വാസിയായ ഒരു മൂസ ഉണ്ടായിരുന്നോ? ഇപ്പോൾ ഗൂഗിൾ ഫ്ലൈറ്റ്സ് ഓക്കെ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാൻ പഠിച്ചിട്ടില്ല അല്ലേ? ഓക്കെ, ജെമിനി ഒരു സംശയം. ബനു ഇസ്രായേലരുടെ ചരിത്രം പറയുന്ന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് മൂസ എന്ന് പേരുള്ള മറ്റൊരു മനുഷ്യൻ ശത്രുപക്ഷത്തുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കുള്ളത്. അതിനെക്കുറിച്ച് അറിയുമെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ മറ്റു ചോദ്യത്തിലേക്ക് പോകാം. ഇല്ല, ഖുർആനിലോ ബൈബിളിലോ മൂസാ നബിയുടെ കാലത്ത് ശത്രുപക്ഷത്ത് മൂസ എന്ന് പേരുള്ള മറ്റൊരു മനുഷ്യൻ ഉണ്ടായിരുന്നതായി പറയുന്നില്ല. മൂസാ നബിയുടെ പ്രധാന ശത്രു ഫറവോനായിരുന്നു. വേറെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ടത് മൂസ നബിയുടെ കാലത്ത് അവിടെ ഫറോവയ്ക്ക്, ഫിർഔന് ഒരു അന്തകൻ വരുന്നുണ്ട്, അത് ബനു ഇസ്രായേലിൽ നിന്ന് ഉള്ളതാണ് എന്നുള്ളൊരു സ്വപ്നവും അതിൻ്റെ സ്വപ്നവ്യാഖ്യാനമൊക്കെ അതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ടല്ലോ. അവിടെ ജിബ്രീൽ എന്ന മാലാക ഒരു കുട്ടിയെ എടുത്ത് വളർത്തി എന്നുള്ളൊരു കള്ളക്കഥ പ്രചരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
അങ്ങനെ ഒരു കഥയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലോ മറ്റ് പ്രധാന ചരിത്ര പരാമർശങ്ങളിലോ ഇല്ലാത്ത ഒരു കാര്യമാണിത്. മൂസാ നബിയെ വളർത്തിയത് ഫറവോന്റെ ഭാര്യയായ ആസിയ ബീവിയാണ് എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് ഇതേക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ആധികാരികമായ വൃത്തങ്ങൾ പരിശോധിക്കാം. അതിന് ആധികാരികമായ വൃത്തം നമ്മൾ പരിശോധിക്കണ്ട. പരിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസിലും ഇല്ലെങ്കിൽ പിന്നെ അത് ഉണ്ടാകുക പച്ചക്കളവ് പറഞ്ഞു നടക്കുന്ന മുസ്ലിയാക്കന്മാരുടെ കയ്യിലാണ്. അത് ഞാനിവിടെ ആളുകൾക്ക് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പ്രിയമുള്ളവരെ, ഇത് ഇത്രയേ ഉള്ളൂ. പച്ച നുണ പറയാൻ അതിൻ്റെ അപ്പുറം ആരും പറയാനില്ലാത്തടത്തോളം ഇവർക്ക് പറഞ്ഞു നടക്കായിരുന്നു. പക്ഷേ ഇത് കാലം വേറെയാണ്. ഇത് സോഷ്യൽ മീഡിയയും കഴിഞ്ഞിട്ട് AI-യിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ, ആദ്യം ചോദിച്ച ചോദ്യങ്ങൾക്ക് ആയത്തടിസ്ഥാനമാക്കിയാണ് നമുക്ക് മറുപടി നൽകിയത്. ആയത്തുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ജെമിനിയോട് ചോദിക്കുക എന്നുള്ളത് ഒരാൾക്ക് ഫോൺ ചെയ്തിട്ട് ഈ ഒരു കാര്യം പെട്ടെന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിലോ അല്ലെങ്കിൽ ഹദീസിലോ ഏത് ആയത്തിലാണ് ഏത് ഹദീസിലാണ് എന്നുള്ളത് പെട്ടെന്ന് AI സംവിധാനത്തിലൂടെ ചോദിച്ചെന്ന് മാത്രം. ഇവിടെ നമ്മൾ ആയത്തുകൾ കാണിച്ചു, അതിൽ പറയപ്പെട്ട ചരിത്രവുമായിട്ട് വേറെന്തൊക്കെയോ കൂട്ടിക്കലർത്തിയിട്ടുള്ള ഏതോ ഒരു പാറ പൊട്ടിച്ചപ്പോൾ എന്തോ ഒരു തുള കണ്ടു, അത് ഈ പശുക്കുട്ടിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ വഞ്ചിക്കുന്ന സാബിത്തിനെ ഒന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ്. നബിദിനം വരുന്ന സമയത്ത് സാബിത്തിൻ്റെ നിരവധി വിവരക്കേടുകളിൽ നിന്ന് ഒന്നോ രണ്ടോ വിവരക്കേടുകൾ നമ്മൾ പുറത്ത് കാണിക്കാറുണ്ട്. ഇത് കാണിക്കാൻ ഉദ്ദേശിച്ചെല്ലാം നേരത്തെ പറഞ്ഞു. ഒരു സ്ഥാപനം ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന ഒരു വേദിയിൽ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഇരിക്കുന്ന വേദിയിലാണ് ഈ സാബിത്ത് പറയുന്നത്. ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നല്ലോണം സഹായിച്ചോളിയും. എന്നെപ്പോലെയുള്ള ബിസിനസ് സംരംഭകരെ ഇവിടുന്ന് വാർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബിസിനസ് സംരംഭകരായിട്ട് വാർത്തെടുക്കേണ്ടിച്ചാലും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഓൻ രക്ഷപ്പെട്ടു, ഓൻ കാരണം ഒരു 3-4 ആളും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമാധാനിക്കാനുള്ള വകയില്ല. പിന്നെ കുറേ ആളുകളെ കൊണ്ടുപോയിട്ട് പോലെ ബിസിനസ് ഇതാണേ. ഒന്ന് ഉംറ എന്നും പറഞ്ഞിട്ട് നേരെ ഉംറ സർവീസ് നടത്തുക, അല്ലെങ്കിൽ ഫലസ്തീൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിലോ അത്ര കച്ചവടം നടത്തുക. അത്ര കച്ചവടം അതങ്ങനെ നടത്തിക്കോ, ഉംറ സർവീസും നടത്തിക്കോ. ഇതുപോലെ ഫലസ്തീൻ സർവീസോ അല്ലെങ്കിൽ ഇസ്രായേലിലേക്കോ ഒക്കെ പോയിക്കോ. പക്ഷേ അതിനിടയിൽ പറയുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ച് ആളുകളെ പറ്റിക്കുന്ന കാര്യം നമ്മൾ അവിടെ വന്ന് ചോദ്യം ചെയ്യുന്നില്ല. അത് പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ അതിന് ചോട്ടുള്ള കമൻറ്റുകൾ എത്രയായിരുന്നു വെച്ചിട്ടാ. അല്ലോ, എനിക്ക് വലിയ പ്രാർത്ഥനയാണ്, പച്ച നുണയാണ് പറഞ്ഞിരിക്കണമെന്ന് അറിയാത്ത സാധുക്കൾ വലിയ മാഷാല്ലയും തബാറക്കല്ലയും പ്രാർത്ഥനയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഇതുപോലൊരു കാര്യം കൂടിയും കണ്ടപ്പോൾ രണ്ടും കൂടിയും കൂട്ടിമുട്ടിച്ചിട്ടൊരു വീഡിയോ ചെയ്താണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് നിങ്ങൾ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും അഭിപ്രായമായിട്ട് രേഖപ്പെടുത്താം. അഭിപ്രായം അത് പറയാനുള്ളതാണ്, മൂടിവെക്കാനുള്ളതല്ല എന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ അതിൻ്റെ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.